കുറച്ച് ദിവസമായാലേ കണ്ടിട്ട്, അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും എന്നെ മറന്നെന്ന് മറക്കരുത് കേട്ടോ. എല്ലാവരും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് കണ്ടു നോക്കണേ. ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്ന് പറയുന്ന പോലെ ഒരു ഹാട്ടെങ്കിലും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പം ഒന്നുമല്ല, ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കുറച്ചൊരു ബിസി ആയിട്ട് അങ്ങനെ പോകുന്നു. ഇന്നും നല്ല ബിസിയുള്ളൊരു ഡേ ആണ് കേട്ടോ. അപ്പം ഇന്ന് നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്കും കൂടി കാണിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എടുത്തുവന്നേ ഉള്ളൂ. അപ്പോൾ സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു കിഡിലും ടേസ്റ്റുള്ള ഒരു സാൻഡ്വിച്ച് റെസിപ്പിയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അവക്കാഡോ എടുത്തിട്ടുണ്ട്, ഒരു സവാള എടുത്തിട്ടുണ്ട്, പകുതി തക്കാളി, കുറച്ച് മല്ലിയിലയും കൂടി വേണം. പിന്നെ ഈ ഒരു ചീസിൻ്റെ സ്പ്രെഡ് ഇതിൻ്റെ ഒട്ടും ആവശ്യമില്ല കേട്ടോ. എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. കുറച്ച് മയോണൈസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എടുത്താൽ മതി. കുറച്ച് ഹെൽത്തി ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ചീസോ അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല, ഇത് മാത്രം മതി കേട്ടോ. നമ്മുടെ ഈ ഒരു അവക്കാഡോ ചേർക്കുമ്പോൾ തന്നെ നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസി ഉണ്ടാവുക. അപ്പോൾ ഞാനൊരു ബൗളിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഈ ഒരു ഉള്ളിയും തക്കാളിയും അതുപോലെ മല്ലിയിലൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല പഴുത്ത അവക്കാഡോ തന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം നല്ലോണം പഴുത്ത് കഴിഞ്ഞാൽ മാത്രമേ ഇത് നല്ല സ്മാഷ് ചെയ്ത് കിട്ടുള്ളൂ. അപ്പോഴേ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് മാറ്റം വരുത്തൊക്കെ ചെയ്യട്ടെ. നിങ്ങൾക്ക് ഇതിൽ കുക്കുംബർ വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക. അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ വേഗം തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. നല്ല എന്താ പറയുക, വയറ് നന്നായി ഫില്ലാവും ചെയ്യും. ഇതിൻ്റെ കൂടെ ഒരു ജ്യൂസോ ഷേക്കൊക്കെ ഉണ്ടെങ്കിൽ ധാരാളമാണ്. അപ്പം നിങ്ങളിങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെ കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. ഇനി നമ്മളിതൊക്കെ ഒന്ന് സ്മാഷ് ചെയ്ത് എടുത്തതിന് ശേഷം ഇതിലോട്ട് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു അരമുറി നിങ്ങൾക്ക് പുളിക്കനുസരിച്ചിട്ട് ചെറുനാരങ്ങൻ്റെ നീര് ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ നോക്കിയപ്പോൾ ചെറുനാരങ്ങ ഇല്ല കേട്ടോ, അപ്പോൾ ഞാൻ കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ചിനുള്ള ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം സിമ്പിളല്ലേ, പെട്ടെന്ന് എല്ലാവർക്കും റെഡിയാക്കാൻ പറ്റുന്നല്ലേ ഉള്ളൂ. പിന്നെ ഈ ഒരു മിക്സൊക്കെ നിങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് സാൻഡ്വിച്ച് വേണം അതിനനുസരിച്ചിട്ട് ചേർത്ത് എടുത്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് ഒരു ചെറിയ 3-4 പീസൊക്കെ വേണ്ടുമെങ്കിൽ ഒരു അവക്കാഡോൻ്റെ ആവശ്യമൊന്നുമില്ല, പകുതി മാത്രം മതിയാവും. ഞാനിവിടെ കുറച്ച് കൂടുതൽ തന്നെ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും എടുത്തിട്ടുള്ളത്. ഇനി ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് തന്നെ ഈ ഒരു ചീസ് സ്പ്രെഡ് നന്നായിട്ട് കട്ടിയായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായേ, അത് കുഴപ്പമില്ല, പെട്ടെന്ന് തന്നെ അലിഞ്ഞെട്ടിക്കോളും. നിങ്ങൾക്ക് ഇതിന് പകരം വേണമെങ്കിൽ ബട്ടറോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മയോണൈസൊക്കെ ആക്കുകയെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ മയോണൈസും അങ്ങനെയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ കുറച്ച് ടൊമാറ്റോ സോസ് അങ്ങനെയൊക്കെ ആക്കി കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനിവിടെ കുറച്ച് ഹെൽത്തി വേർഷനായിട്ട് അങ്ങനെ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം എല്ലാ ബ്രെഡിലും ഇതുപോലെ ആ ഒരു സ്പ്രെഡ് തേച്ച് കൊടുക്കുക. സ്പ്രെഡ് ഇല്ലെങ്കിൽ ഞാൻ വീണ്ടും പറയാമെന്ന് കുഴപ്പമൊന്നുമില്ല, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ സാധാ ഇങ്ങനെ ബ്രെഡ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഈ ഒരു അവക്കാഡോൻ്റെ ഈ ഒരു മിക്സിലെ അത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് സ്പ്രെഡ് ചേർത്തിട്ടും ചേർക്കാണ്ടും ചെയ്യുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. രണ്ടായാലും ഒരു കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ മയോണൈസും അതുപോലെ കെച്ചപ്പൊക്കെ ചേർക്കുകയെന്നുണ്ടെങ്കിൽ അതിനേക്കാളും ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നല്ലൊരു ബിസിയുള്ള ദിവസമാണ്. ഞാൻ ഇന്നൊരു വീഡിയോ എന്താ പറയുക ഡേ ഇൻ മൈ ലൈഫ് തന്നെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ രാവിലെ ഈ ഒരു വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ ടൈം ഒരുപാട് ലേറ്റായി. കാരണം ഞാൻ ഇന്നൊരു ചെറിയൊരു ട്രിപ്പ് പോകുന്നുണ്ട് മുംബൈയിലോട്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ അതിന് പറ്റിയിട്ടില്ല. ഞാൻ ഷോർട്ടായിട്ട് എന്തായാലും ചെയ്യാട്ടോ ആ ഒരു ട്രിപ്പിൻ്റെ വീഡിയോസൊക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. പിന്നെന്താ, അപ്പോൾ ഞാൻ പകുതി സ്പ്രെഡ് ചേർക്കേണ്ടെന്ന് കേട്ടോ ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു പാന് അടുപ്പിലോട്ട് വെച്ചിട്ട് അതിലോട്ട് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കുക. ബട്ടർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ നോർമലി ടോസ്റ്റ് ചെയ്യുന്ന പോലെ ബട്ടറൊന്നും ഇല്ലാണ്ട് തന്നെ ഇതുപോലെ ഒന്ന് പാനിൽ വെച്ചിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോഴും നല്ല ടേസ്റ്റ് തന്നെയാവും. ഞാനിവിടെ ബട്ടർ ഉള്ളതുകൊണ്ട് കുറച്ച് ബട്ടർ ചേർത്തെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ചേർക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ പറഞ്ഞ പോലെ അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, അല്ലെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബട്ടറില്ലാന്ന് വെച്ചിട്ട് ഉണ്ടാക്കാതിരിക്കേണ്ട, ഇതുപോലെ പാന് വെക്കുക, അതിലോട്ട് ഇങ്ങനെ ബ്രെഡ് മാത്രം വെച്ചിട്ട് അപ്പുറത്തും ഇപ്പുറത്തും മറിച്ചിട്ടിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി, അത്രയേ ഉള്ളൂ. അപ്പോൾ സിമ്പിളല്ലേ, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, അടിപൊളിയാണ്. ഇപ്പോൾ അവക്കാഡോൻ്റെ സീസണൊക്കെ അല്ലേ, അങ്ങനെയൊക്കെ കിട്ടുമ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്ക്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അതുപോലെ നമുക്കിനി പുതിയ പുതിയ റെസിപ്പീസൊക്കെ ആയിട്ട് കാണാം. കുറച്ച് ഡിലേ ആയാലും എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക കേട്ടോ, ആരും മറക്കണ്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചെറിയൊരു വീഡിയോ എടുത്ത് ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇൻഷാ അല്ലാഹ് നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരേക്കും ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.